എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കൊടുക്കും? അവരാദ്യം നോക്കിയത് അവിടെ റിസോഴ്സിലേക്കാണ്. ഖജാൻജി ട്രസ്റ്റി നോക്കി വളരെ പരിമിതമായ തുക മാത്രമേ ഉള്ളൂ, നിസ്സാരമായ ഒരു തുക മാത്രമേ ഉള്ളൂ. ആ തുക ഒന്നും പോരാ. 200 വെള്ളിക്കാശിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതവരുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്നില്ല. 200 വെള്ളിക്കാശിന് ഇനി അപ്പം വാങ്ങിയാൽ പോലും എന്തുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. 200 വെള്ളിക്കാശ് എന്ന് പറയുന്നത് 200 ദിവസത്തെ വേതനമാണ്. 200 ദിവസത്തെ വേതനം കൊടുത്താൽ പോലും ഇവരെ പോഷിപ്പിക്കാൻ ആവശ്യമുള്ള ഫുഡ് ലഭിക്കുന്നില്ല. അത് പോയിട്ട് അതിനൊരു അംശം പോലും അവരുടെ കയ്യിലില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ചലഞ്ച് അവരുടെ മുമ്പിൽ വെക്കുകയാണ്, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുക. യേശു എന്താണ് ഇതൊന്ന് ഉദ്ദേശിക്കുന്നത്? യേശു അവരെ ഒരു ലെസൺ പഠിപ്പിക്കുകയായിരുന്നു. ഇതുപോലുള്ള ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകും. ആ ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ട്രഷറിയിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടുന്നത് എന്നവരെ കരകളിൽ വെച്ച് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാമോ? നമ്മുടെ റിസോഴ്സസിലേക്ക് നമ്മൾ നോക്കുകയല്ല, നമ്മുടെ സോഴ്സിലേക്ക് നോക്കുവാൻ ദൈവം സാഹചര്യങ്ങളിലേക്ക് നോക്കി ആരെങ്കിലും ഭാരപ്പെട്ട് ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജനിച്ച് നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളുടെ പരിമിതികളിൽ ഭാരപ്പെട്ട് ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അവരെ കുറിച്ച് ഓർത്ത് നൊന്ത് കരഞ്ഞ് ജീവിക്കുന്ന ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, യേശു ക്രിസ്തു ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നത്, മകനെ മകളെ, നിന്റെ സോഴ്സിലേക്ക് നോക്കാതെ എന്നിലേക്ക് നോക്കുവാൻ ആവശ്യപ്പെടുക. ഹല്ലേലൂയ. ചെങ്കടൽ തീരത്ത് മോശം നിൽക്കുന്നതായ സാഹചര്യത്തിൽ, നിൽക്കുന്നത് പോലുള്ളതായ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആ ചെങ്കടലിന്റെ തീരത്ത് നിന്നുകൊണ്ട് ആ ചെങ്കടലിലേക്ക് നോക്കാതെ അതിനപ്പുറത്ത് അതിനെ വിഭാഗിക്കുവാനും അതിന് നടുവിൽ ഉണങ്ങിയ നിലം കാണിക്കുവാനും തരുവാനും അതിലൂടെ നടത്തുവാനും കഴിവുള്ള ദൈവത്തിലേക്ക് നോക്കുവാനായിട്ട് ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമുക്കെതിരെ ഉയർന്നു നിൽക്കുന്ന എരിയോ കോട്ടയെ നോക്കിയിട്ട് ഇതിനെ എങ്ങനെ മറികടക്കുവാൻ കഴിയും, ഇതിനെ എങ്ങനെ പരാജയപ്പെടുത്തുവാൻ കഴിയുമെന്ന് ആരെങ്കിലും ആശയോടുകൂടെ ഇതിവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആ ചിന്തയോടുകൂടെ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിരാശനായി ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ചെങ്കടലിനെ വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തൂടെ നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം അരുളി ചെയ്യുകയാണ്. എരിയ കോട്ട എത്ര ശക്തിയോട് ഉയർന്നു നിന്നാലും അതിനെ തകർത്ത് അതിനപ്പുറത്ത് ജയം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പരിമിതികൾക്കപ്പുറങ്ങളിലേക്ക് നോക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ മഹത്വം അതാണ്. നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്, അസത്ത് എന്ന് പറയുന്നത് അതാണ്. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് ഇന്ന് നമ്മുടെ പരിമിതികൾക്കപ്പുറത്ത് നമുക്ക് നോക്കുവാനായി ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഓരോ വ്യക്തിയോടും ദൈവം അത് ഇടപെടുകയാണ്. ഓരോ കുടുംബത്തോടും അത് ഇടപെടുകയാണ്. ദൈവത്തിന്റെ സഭയോട് ഇടപെടുകയാണ്. പലപ്പോഴും നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ആസ്തിയിലേക്ക് നമ്മൾ നോക്കുകയാണ്, നമ്മുടെ റിസോഴ്സസിലേക്ക് നമ്മൾ നോക്കുകയാണ്, നമ്മുടെ ബൗണ്ടറിയിലേക്ക് നോക്കുകയാണ്, നമ്മുടെ ലിമിറ്റേഷൻസിലേക്ക് നോക്കുകയാണ്. എന്നാൽ ലിമിറ്റേഷൻസിനപ്പുറത്ത്, പ്രശ്നങ്ങൾക്കപ്പുറത്ത്, പ്രശ്നങ്ങളെക്കാൾ വലിയ ഒരു ദൈവമുണ്ടെന്ന് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടായി. 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഒരു ശബ്ദം കേൾക്കുവാൻ അബ്രഹാമിനിടയായി തീർന്നു. ആ വാതിൽ തുറന്ന് താൻ പുറത്തു ചെല്ലുമ്പോൾ ദൈവം, ഭേദവനായ ദൈവം, തനിക്ക് ഊരിൽ പ്രത്യക്ഷനായ ദൈവം അവിടെ കടന്നു വന്നിരിക്കുകയാണ്. God of the glory is standing at the door. ആ വാതിൽക്കൽ നിൽക്കുകയാണ്. അവൻ അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. കടന്നു ചെല്ലുന്നതായ ആ അബ്രഹാമിനെ നോക്കിയാൽ ജരാനരകൾ ബാധിച്ചിരിക്കുകയാണ്. ഒരു അപ്പച്ചനായി തീർന്നിട്ടുണ്ട്. ശരീരത്തിൽ നോക്കിയാൽ അവനൊരു വൃദ്ധനായി തീർന്നിരിക്കുകയാണ്. 89 വയസ്സുള്ള തന്റെ ഭാര്യ ആ വാതിൽക്കൽ അവൻ ഇറങ്ങി ചെല്ലുമ്പോൾ ദൈവം നോക്കിയിട്ട് അവനോട് ആദ്യം പറഞ്ഞു, അബ്രഹാമേ ഭയപ്പെടണ്ട, അബ്രഹാമേ ഭയപ്പെടണ്ട. നമ്മുടെ വീടിന്റെ വാതിൽക്കൽ എല്ലാ ദിവസവും രാവിലെ കടന്നു വരുന്ന ഒരു ആഗതൻ ദൈവം തന്നെയാണ്. ആ വാതിൽക്കൽ തുറന്ന വാതിൽ നിന്നുകൊണ്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന, നമ്മോട് പറയൽ ചെയ്യുന്ന ഒരു വചനമുണ്ട്. മകനെ ഭയപ്പെടേണ്ട, മകളെ ഭയപ്പെടേണ്ട, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. I am the El Shaddai. I am the Almighty God. I am the all-sufficient God. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അബ്രഹാമിന് പുതിയ കാഴ്ചപ്പാട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. I am the all-sufficient God എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായി സ്കോളേഴ്സ് വളരെ പ്രയത്നം ചെയ്തിട്ടുണ്ട്. ഇതുവരെ അതിന് ശരിയായ വാക്കുകൾ കണ്ടെത്തിയിട്ടില്ല. ചിലർ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു I am the Almighty God. ഞാൻ സർവശക്തനായ ദൈവം എന്ന്
അത് തർജ്ജമ ചെയ്തു. വേറെ ചിലര് ഞാൻ സകലത്തിനും മതിയായ ദൈവം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇതെല്ലാം കൂടെ ചേർന്നത് എന്താണോ അതാണ് എൽ ഷദായി. ലോകത്തിലേക്കും ഏറ്റവും നിസ്സഹായ അവസ്ഥ ഏത് സമയത്താണ് ഞാൻ ചോദിച്ചാൽ പിറന്നു വീഴുന്ന സമയമാണ്. ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ ആ കുഞ്ഞിനോളം നിസ്സഹായ അവസ്ഥയിൽ ആരെയും നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചു കാണില്ല. ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അപ്പനും അമ്മയും ഇല്ലെങ്കിൽ ഒരു കോഴിക്കുഞ്ഞ് അങ്ങനെയല്ല. ഒരു കോഴിക്കുഞ്ഞ് മുട്ട അതിൻ്റെ കൊക്കോ അതിൻ്റെ ചുണ്ടുകൊണ്ട് തുറന്ന് പൊട്ടിച്ച് വെളിയിൽ ഇങ്ങോട്ട് ചാടി വന്നാൽ അമ്മയില്ലെങ്കിലും അതിന് ചെകയെന്നറിയാം, ചുണ്ടുകൊണ്ട് കൊത്തി തിന്നറിയാം. ഒരു പശു പ്രസവിച്ചാൽ അതിൻ്റെ കിടാവ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 4 കാലം വരെ ചൂടുന്നത് കാണാൻ കഴിയും. ആരും പഠിപ്പിച്ചില്ല, ട്രെയിനിങ് കൊടുത്തില്ല, നടക്കാൻ ആരും അവരെ ട്രെയിൻ ചെയ്തില്ല, കൂടെ നടക്കുക. ഞാൻ വിചാരിക്കാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ എഴുന്നേറ്റ് ചാടി ഓടിയിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു. പക്ഷെ ദൈവം മനഃപൂർവ്വം അങ്ങനെ എഴുന്നേൽപ്പിക്കാത്തതാണ്. അതിന് കാരണങ്ങളുണ്ട്, പിന്നെ വിശദീകരിച്ചോളാം. ഒരു വർഷം കഴിയാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും എഴുന്നേറ്റ് പിടിച്ചു നിൽക്കുകയില്ല, പിടിച്ചു നടക്കുകയില്ല. അതിന് കാരണമുണ്ട്. പക്ഷെ കിടാവിനെ പോലെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് അറിയാൻ പാടില്ല ചേട്ടനോ? അതൊക്കെ ദൈവത്തിന് അറിയാം. അതിനൊന്നും ദൈവത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ദൈവം ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അപ്പന്റെ അമ്മയുടെ കൈമുദ്ര ഈ കൊച്ചിന്റെ മേൽ വേണമെന്ന് ദൈവം തീരുമാനിച്ചു. അതിനും ടൈം വേണം. ഇടയ്ക്ക് പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചു വീണ് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് എല്ലാമായിരിക്കുന്ന ഒരാൾ ലോകത്തിലുണ്ട്. അപ്പൻ കുഞ്ഞിനോട് ചെന്നിട്ട് കുഞ്ഞെ അങ്ങനത്തെ സകലത്തിന് മതിയായവരാണെന്ന് പറഞ്ഞാൽ കുഞ്ഞിനൊന്നും മനസ്സിലാകുകയില്ല, അല്ലതാനും. കാരണം ആ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായി അപ്പന് കഴിയില്ല. എന്നാൽ അതിന്റെ അടുക്കൽ ചെന്ന് ഒരാൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, കുഞ്ഞെ ഞാൻ നിനക്ക് സകലത്തിനും മതിയായ അമ്മ. അമ്മയുടെ ഊഷ്മാവും അമ്മയിൽ നിന്നുള്ള ആഹാരവും ഭക്ഷിച്ചു വെക്കുന്ന അമ്മയില്ലെങ്കിൽ ആ കുഞ്ഞ് ഹെൽപ്ലെസ് ആയിട്ടുള്ളതായ ഒരു സിറ്റുവേഷൻ. ആ കുഞ്ഞിന് അമ്മ എന്തായിരിക്കുന്നു അതുപോലെ എബ്രഹാമേ നിസ്സഹായ അവസ്ഥയിൽ കടന്നു വീഴുന്ന ഈ കുഞ്ഞിന് അമ്മ എന്ന് ആലോചിച്ചുകൊണ്ട് അവന്റെ അടുത്ത് നിൽക്കും. പരിമിതികൾക്കപ്പുറത്ത് ജനാന്തരങ്ങൾക്കപ്പുറത്തേക്ക് നോക്കുവാൻ ദൈവം ആവശ്യപ്പെടുക. ഇന്ന് ഇവിടെ കിടന്നുകൊണ്ടിരിക്കും. ആരെങ്കിലും ഭാരപ്പെട്ട് ഇവിടെ കിടന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കും. ഇന്ന് സമയം ഇവിടെ അവസാനിക്കുകയാണ്. ആരോട് ഇത് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കണം. ഞാൻ പറയുന്നു, ഒരു ചലഞ്ച് സിറ്റുവേഷൻ ഫൈനാൻഷ്യലായിക്കൊള്ളട്ടെ, ഫിസിക്കലായിക്കൊള്ളട്ടെ, മാനസികമായിക്കൊള്ളട്ടെ, ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഇഷ്യൂസ്. Our Lord Jesus Christ, who does a miracle, or who can perform a miracle, is here. He is crucified on the cross. He gave himself on the cross for our sins. And he was dead, buried and resurrected on the 3rd day. And Jesus said, I am alive. I am alive. I was dead, but I am alive. The same Jesus is here today to comfort you and console your heart. Yesu Christu in the പകൽക്കാലം ഇവിടെ. If you are going through a tough situation, a challenging situation, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയും അവൻ നമ്മളെ അടുക്കൽ കടന്നു വിളിക്കുകയും ആ ചലഞ്ചിങ് സിറ്റുവേഷൻ അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം നടത്തുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ഭാരങ്ങൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ, ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ. ജീവിതത്തെ സന്തുഷ്ടിയിലേക്കും തൃപ്തിയിലേക്കും നടത്തുവാൻ കഴിയുന്നു ആ കർത്താവിന്റെ ജീവസമാധാനം എല്ലാവരും കണ്ടുകളെ നമുക്ക്